നമ്മളെ തന്നെ സുഹൃത്തിൻ്റെ ഭാര്യയെ വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ അത് കേട്ടാൽ ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് നിങ്ങളത് എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഒരു പെൺകുട്ടിയാണ് അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉമ്മ, അല്ലെങ്കിൽ ആരായാലും ഇനിയിപ്പോൾ ഒരു ആൺകുട്ടി ആയിക്കോട്ടെ, ആര് കേട്ടാലും അല്ലെങ്കിൽ ഒരു ഉപ്പയാണ് ഇത് കേൾക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം മോശമായ രീതിയിലാണ് ഇവരിത് ചിത്രീകരിച്ചതെന്നുള്ളത് ഞങ്ങളിത് കണ്ടിട്ട് സ്റ്റക്കായി നിന്നു. അതായത് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ നിന്നത്. കാരണം ഒന്നിലും ഏതിലും, അതായത് ഇവരുടെ പ്രശ്നങ്ങളിലോ അതായത് യാതൊരു പ്രശ്നങ്ങളിലും തല കാണിക്കാതെ വളരെ മാനമര്യാദയോടെ ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രധാരണം അടക്കം കീപ്പ് ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാളെ, അതായത് ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാക്കാതെ വീഡിയോ ചെയ്യണം. നോമ്പ് സമയത്താണ്, നിങ്ങളത് ആലോചിച്ച് നോക്കണം. അതായത് റമദാൻ്റെ ടൈമിൽ ഒരു ഇഫ്താർ സമയത്ത് ഇപ്പോൾ എല്ലാവരും, എനിക്കറിയാം എല്ലാ കുട്ടികളും ഇഫ്താർ സമയത്ത് വീഡിയോസ്, ഇഫ്താറിൽ നോമ്പ് വെക്കാൻ പോകുന്നതും നോമ്പിന് പാടത്ത് നോമ്പ് തുറക്കുന്നതും ഒക്കെ ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മുടെ വീട്ടിൽ നോമ്പ് തുറന്നിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അപ്പം ഇത് ചെയ്തിരിക്കുന്ന ഒരാളെ വളരെ മോശമായ രീതിയിലാണ് ഈ പറഞ്ഞ വ്യക്തികൾ ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ ചെയ്ത കാര്യങ്ങൾക്ക് ഇവരോട് ഒരു തരത്തിലും മാപ്പർഹിക്കാത്ത കാര്യം ചെയ്തവർക്ക് തക്കതായ ശിക്ഷ കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് സമയമെടുക്കും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് അതാക്കണം ഇതാക്കണം എന്ന് പറയണ പോലെയല്ല. എന്ത് സംഭവത്തിനും ഇതിനൊരു ഒരു ടൈം ഉണ്ട്. അതുപോലെ സംഭവങ്ങൾ തെളിയണം. ഈ കാര്യങ്ങളൊക്കെ തെളിഞ്ഞ് സെറ്റായി കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു ആക്ഷനും കാര്യങ്ങളും വരുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ നിയമവശങ്ങൾ.